ഇനി വെറുതെ വിടത്തില്ല. ഞാൻ സത്യം പറയാം, പിള്ളേരെ കൊണ്ട് ഞാൻ ഫ്ലവേഴ്സിൽ അറിയിച്ച് കേസ് കൊടുക്കും. ഒരു എങ്ങനെ നനയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സൗകര്യമില്ല, ഞങ്ങൾ ഇട്ടത് പോകും. സൗകര്യമില്ല. എനിക്ക് ഈ വീടിന്റെ കാര്യം സാറിനോട് സംസാരിക്കണ്ട. എനിക്ക് അത്ര വേദനയുണ്ട്. ഞാനത് പറയും. അവളൊരു പെണ്ണ. എന്ത് വായി തോന്നുന്നു നമുക്ക് പറയാൻ പറ്റുമോ? അയാൾ അത് ചെയ്തു തരണം. മുഴുവൻ ചോര് വന്നത് അയാളത് ചെയ്തു തരണം. എന്റെ വീടിന്റെ ഈ താമസം കയറുന്ന താങ്കൾ ഒരു ഫാൻ കൊണ്ടു തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടു തന്നു ഗിഫ്റ്റായിട്ട് സുഹൃത്തിൻ്റെ. രണ്ടാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ വിളിക്കൂ? ഒരിക്കലും ഞാൻ നിങ്ങളെ വിളിക്കാൻ പാടില്ല. ഞാൻ 2007 പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ കയറി. എൻ്റെ സർവീസിൽ ഇത്രയും നാളായിട്ടും വീട് മുഴുവൻ ചോരുന്നപ്പോൾ ഞാനും എന്താ പറയുന്നത്, എന്തുവാനും പറയുന്നത്. 40 വർഷമായി വീടും ചോരത്തില്ല. എല്ലാവരും ഒരു കള്ളത്തരം പല ഓൺലൈൻ മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട്. രേണുവിന്റെ ചേച്ചി രമ്യയും ഭർത്താവും പിള്ളേരും പറയുന്നത് പുള്ളി അതിന്റെ നമ്പർ കംപ്ലീഷൻ ഒന്നും വരച്ച് ഇനി തരത്തില്ല, നിങ്ങൾ എന്താ ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞു. എന്താ കാരണം എന്ന് പറയുമ്പോൾ പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ വീട് ചോരുന്നെന്നും അത് എല്ലാം കണ്ട പുള്ളിയുടെ എന്തോ 1-2 വർക്ക് പോയെന്ന് ഫേസ്ബുക്കിൽ വീട് ചോരുന്നു. എന്താ പറയുന്നേ? ഫേസ്ബുക്കിൽ ആരാണ് ഇട്ടത്? ഫേസ്ബുക്കിൽ ആരിട്ടു? അടുത്ത കേട്ടോണം. ഇതാ പറഞ്ഞ ഒരു കള്ളം അവിടെ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി കൂടെ നാട്ടിച്ചേക്കാം. എന്നിട്ട് ആരാ നാറി? ഒരു കോപ്പ് ഉണ്ടാക്കിയതാണ്ട ഈ നാട്ടുകാരുടെ പൈസ പിരിച്ചതിന്റെ കണക്കൊന്നും അറിയണം. 20 ലക്ഷം രൂപയുടെ മേളിൽ ഇവ വീടുണ്ടെന്ന് പറഞ്ഞു. ഈ ചോരുന്ന ആര് സമ്മാനം പറഞ്ഞു? നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചു. അത് എന്താണ് സംഭവിച്ചത്? നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചിട്ടില്ലല്ലോ. പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? അവരുടെ കൂട്ടായ്മ, ഫേസ്ബുക്ക് കൂട്ടായ്മ, വീട് പണിഞ്ഞു കൊടുത്ത KHDCയുടെ അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ അവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് പണിഞ്ഞു കൊടുത്തത്. അല്ലാതെ നാട്ടുകാരിൽ നിന്ന് 1 രൂപ പോലും പിരിച്ചതായിട്ട് എനിക്കറിയത്തില്ല. ഞാനൊട്ട് പിരിച്ചിട്ടുമില്ല, ഫിറോസ് ഭായി ഒട്ട് പിരിച്ചിട്ടില്ല. ആ കൂട്ടായ്മ ഇതിന് മുന്നേ നിറയെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്, കൂട്ടായ്മയാണ്. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇനി ചെയ്യില്ല എന്നാണ് അവർ വെളിപ്പെടുന്നത്. ഇനി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനും മറ്റൊരു മിമിക്രിക്കാരന് വേണ്ടി ഇതുപോലെ വീട് വെച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കും. ഞാൻ അതിന് ഞങ്ങൾ ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം വിഷമത്തോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം, ഞാൻ ഇന്നലെയൊക്കെ സംസാരിച്ചു, അദ്ദേഹം ചെയ്യും. കാരണം ഒരു നന്മയുള്ള മനുഷ്യനാണ്. ഭർത്താവ് 60 വയസ്സിന് താഴെയുള്ള ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ഒരു സഹായം കിട്ടും. അതിന് അപേക്ഷ കൊടുക്കണം. അപ്പോഴെൻ്റെ പറഞ്ഞു, ഇളയ കുഞ്ഞിന് ആധാറൊന്നും എടുത്തിട്ടില്ല, ഇളയ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. പറഞ്ഞാൽ ഞാൻ എവിടെയാണ് ജനിച്ചത്? പറഞ്ഞു തിരുവല്ലയിലാണ്. ഞാൻ പറഞ്ഞു തിരുവല്ല നഗരസഭയിൽ ചെന്നോ, ഇന്ന കാര്യങ്ങൾ ചെയ്തു പോയതായി. അപ്പം തന്നെ ഇളയ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്താണ് വീട് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് വീട് അനുവദിച്ചുകൊണ്ട് മറ്റേ ഫിറോസിൻ്റെ ഫേസ്ബുക്ക് KHDC, അത് ഫ്ലവേഴ്സ് ചാനലുമായിട്ടുള്ള ബന്ധം വെച്ച് KHDCയിലെ ഫിറോസ് പറയുന്ന വീട് നൽകി. ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. ഫിറോസ് ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ്മ അവർ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോഴൊന്നും എനിക്ക് ഫിറോസിനെ അറിയത്തില്ല. അങ്ങനെ ഫിറോസ് ഒരു ദിവസം ഒരു ലൈവ് ഇട്ടു, ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ ആ പഞ്ചായത്ത് ജോലി ചെയ്യുന്ന, ആ പഞ്ചായത്തിലല്ല വേറൊരു പഞ്ചായത്തിലായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിട്ട് ഫിറോസിനെയുമായിട്ട് കോൺടാക്ട് ചെയ്ത് വീട് വെക്കാൻ സമയത്ത് പെർമിറ്റ് കിട്ടുന്നില്ല. നമുക്കൊരു നിർമ്മാണ പ്രവർത്തികൾ അവർ 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടായിരുന്നെങ്കിൽ പെർമിറ്റ് വേണ്ടായിരുന്നു, ഇൻറ്റിമേഷൻ മതിയായിരുന്നു ആ പഞ്ചായത്തിൽ. അപ്പോൾ ഇവർ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടായതുകൊണ്ടാണല്ലോ പെർമിറ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് താജ് പത്തനംതിട്ട ഇതിനകത്ത് മായുടെ ഒരു പ്രതിനിധിയായിട്ടായിരുന്നു. ആണ്. ഞാൻ മായിലെ ഒരു അംഗമാണ്, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സംഘടനയിലെ ഒരു അംഗമാണ്. ആ രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സഹപ്രവർത്തകനാണല്ലോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഇടപെട്ടു എന്നുള്ളത് സത്യമാണ്. ഇടപെട്ടതിന് ശേഷം അവർക്ക് അന്നേ ദിവസം തന്നെ പെർമിറ്റ് കിട്ടുന്നത് കോട്ടയം അലക്സ്, മായിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അലക്സ് വന്ന് രാവിലെ വരുന്നു, ഫീസ് അടയ്ക്കുന്നു, പെർമിറ്റ് ഫീസ് അടയ്ക്കുന്നു, പെർമിറ്റ് അലക്സ് വാങ്ങുന്നു, വീട് പണി തുടങ്ങുന്നു, ഭംഗിയായിട്ട് നടക്കുന്നു. പെർമിറ്റിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും രേണുസുതി അവരുടെ ഫാമിലി ഇല്ല, ആരും ഇൻവോൾവ് അല്ല. അതെല്ലാം നമ്മൾ അത് ഇൻവോൾവഡ് അല്ല. ഇത് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് സുധിയുടെ മൂത്ത മകൻ മേജറാണല്ലോ, രണ്ടാമത്തെ കുട്ടി മൈനറാണ്. ശരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് മൂത്ത കുട്ടിക്കാണ്. ഇളയ കുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ അതിൻ്റെ ലീഗലി അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പറ്റത്തുള്ളൂ. അതുവരെ അതിൻ്റെ കാര്യങ്ങൾ മൂത്ത കുട്ടിയാണല്ലോ നോക്കുന്നത്. മൂത്ത കുട്ടിയെ ആയിരിക്കണമല്ലോ പെർമിറ്റിൽ ഒപ്പിടേണ്ടത്. അതിൻ്റെ പെർമിറ്റിലെ ബിൽഡിംഗ് ഓണർ എന്നുള്ള രീതിയിൽ ഒപ്പിടേണ്ടതൊക്കെ സുധിയുടെ മൂത്ത മകനാണ്, കിച്ചുവാണ് ഒപ്പിടേണ്ടത്. അത് വെച്ച് കൊടുത്തു. പെർമിറ്റ് കിട്ടി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. വീട് പണിയുന്ന സമയത്തൊക്കെ പണിക്കാരും അവരവരും ഒക്കെ വിളിക്കും, ഫിറോസ് ഭായും വിളിക്കും, താജുഭായി അവരൊരു വെള്ളം പോലും കൊടുക്കുന്നില്ല.
ഈ വീട് പണിയുന്ന സമയങ്ങളിൽ താങ്കൾ ഇപ്പൊ താജ് പത്തനംതിട്ട അവിടെ പോവുകയും അതിന് എന്തെങ്കിലും നേതൃത്വം അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇല്ല. പക്ഷെ എല്ലാം ഫോണിൽ കൂടെ ഉള്ളതായിരുന്നു. ഞാൻ അവിടെ വീട് പണിയുന്ന സമയത്ത് അവിടെ പോയിട്ടേ ഇല്ല. ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല. ഞാൻ പോകാത്ത കാര്യം പോയിട്ടില്ല അവിടെ. പക്ഷേ ഞാൻ എല്ലാം ഫോണിലൂടെ ഫിറോസ് ഭായി അവിടെ വരുമ്പോൾ എന്നെ വിളിക്കും, അവിടുത്തെ തൊഴിലാളികളെ അവർ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടുന്നില്ലെന്ന് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രേണുവിൻ്റെ ഫാദറിനെ വിളിക്കും. അദ്ദേഹം പറയും, ഞാൻ ഹൃദയത്തിന് വയ്യാതെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആളാണ്, സാറിന് അറിയത്തില്ലേ, ഞാനെങ്ങനെ പോയി കൊടുക്കാനാ? അപ്പം പറയാം ഏതെങ്കിലും കടയിൽ ഏർപ്പാടാക്കുന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ വീട് പണിയുന്ന ഒരു വീടിൻ്റെ തൊഴിലാളികൾ, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, അവർ ചിലപ്പോൾ അവരുടെ കണ്ണുനീരൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ എന്ന് പറയാം, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന പോച്ചയും അതും ഇതൊക്കെ ഞാൻ വേണം വൃത്തിയാക്കാൻ, അല്ലെങ്കിൽ ഞാൻ ജോലിക്കാരെ നിർത്തി വൃത്തിയാക്കണം. ആ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കുക, പോച്ചയൊക്കെ കിടപ്പുണ്ട്. എന്നിട്ട് ഇതൊക്കെ കാണുന്നു, ഭിത്തി ഇങ്ങനെ അത് എനിക്ക് ഇന്ന് രാവിലെ ഫിറോസ് പറഞ്ഞിരുന്നു, ജിപ്സം അത് പണി ചെയ്ത് ആരോ എടുത്ത് പുറത്ത് കുറച്ച് ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ജിപ്സം എന്ന് പറയുന്ന സാധനം അത് ഈ മണലും സിമെൻറ്റ് പിന്നെ സാൻഡ് ഇത് തേക്കുന്നതിന് പകരം ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. വീടിൻ്റെ അകത്ത് മാത്രം ചെയ്യേണ്ട ഒരു സാധനമല്ല, അകത്ത് മാത്രം ചെയ്യേണ്ട ഒരു കാരണം. അപ്പോൾ അത് പുറത്തൊക്കെ എവിടെയൊക്കെ എടുത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പണിക്കാർ ചെയ്ത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഫിറോസ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഫിറോസ് പറയുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ പൊടിഞ്ഞ് വീഴും. അപ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും അകത്തൊക്കെ. അത് വെള്ളം നനഞ്ഞാൽ ഇളകുമെന്നും ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിലെ എൻജിനീയറിനോട് ചോദിച്ചു, LSTD എൻജിനീയറിനോട് ചോദിച്ചു. എൻ്റെ അടുത്ത് ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ സാറേ ഇങ്ങനെ വീഡിയോ കണ്ടല്ലോ, കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ജിപ്സം അത് ഉപയോഗിക്കുന്നുണ്ട്, നല്ല സാധനമാണ്, പക്ഷേ അത് പുറമേ ഉപയോഗിക്കത്തില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം വീണാൽ അതിന് കേടുപാടുകൾ സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും വീടിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അതായത് ഇപ്പോൾ വീട് ചോർച്ചയുണ്ട്, അതായത് വീട് മുഴുവൻ ചോരുന്നു, ബീമിൻ്റെ വഴി ചോരുന്നു, അങ്ങനെയാണ് രേണുസുതി ആദ്യം പറഞ്ഞത്. കാരണം കൃത്യമായിട്ട് അറിയില്ല, അവരുടെ അച്ഛൻ പറഞ്ഞാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അങ്ങനെയല്ല, എൻ്റെ എല്ലാം ഞാൻ റെക്കോർഡിംഗ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വീട് മുഴുവൻ ചോരുകയാണെന്ന് പറഞ്ഞു. അത് റെക്കോർഡൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? ഞാൻ റെക്കോർഡിങ് കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ വീട് 960. അതായത് താങ്കൾ വിളിച്ചാണോ ഈ വീടിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞത്? എന്നെ വിളിച്ച ഫിറോസ് ഭായി പറഞ്ഞ് താജിനോ എന്നെ, കാരണം അദ്ദേഹം അത് ഞാൻ ചെയ്തോളാം. വേറൊരു കാര്യമുണ്ട്, ഈ വീട് മൊത്തം ചോരുവാണ്. ഞാൻ അവരെ വിളിച്ച് മഴ പെയ്തപ്പോ മനോജ് പറഞ്ഞ് എടുത്തു തരാൻ പറഞ്ഞ് വീഡിയോ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ഇവിടത്തില്ല, ഞാൻ സത്യം പറയാം, പിള്ളേരെ കൊണ്ട് ഞാൻ ഫ്ലവേഴ്സിൽ ആളിച്ച് കേസ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ അത് ചെയ്തു തരണം. മുഴുവൻ ചോരുവാണ്. അയാൾ അത് ചെയ്തു തരണം. അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറ്റും. 2 ആഴ്ചയായി. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ, ഈ മഴയ്ക്ക് മുമ്പ് അന്ന് നമ്മൾ ഹോസ്റ്റലിൽ എവിടെ കയറി താമസിക്കാൻ പറഞ്ഞു. അപ്പൊ 1-2 മഴയെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴത്തേക്ക് ആ മേളുന്ന കൂര വലത് സൈഡ് മൊത്തം അതിന്റെ ആ ടില്ലിടാത്തോട്ട് അവിടെ നിന്ന് എരിച്ചിൽ അടിക്കുന്നുണ്ട്. മേളിൽ തന്നെ എരിച്ചിൽ പോട്ടെ, മേളിൽ ചോരുന്നുണ്ട്. നടുമുട്ട് എന്നെ കൊണ്ടാകത്തില്ല. എനിക്ക് അതിന് മറ്റേ ഓളായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ. 2 മുറി ചോരുന്നുണ്ട്. പിന്നെ പെയിന്റിന്റെ ഇതെല്ലാം പോട്ടെ, അതൊന്നും നമുക്ക് സാരം നമ്മൾ ഇനി എന്നെ ചെയ്യാൻ. അത് പുള്ളിക്കാരനോട് സംസാരിച്ചാണ്. ഞാൻ ഈ എന്റെ കോള് റെക്കോർഡിംഗ് ആകട്ടോ, കുഴപ്പമുണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. ചോരുക, ഞങ്ങൾ എന്നാ ചെയ്യണം? സാറ് തന്നെ ഒന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് അത് ആരെങ്കിലും ഒരാളെ വിളിച്ച് കാണിച്ചാ പോരെ? ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരാളെ വിളിച്ചത് കാണിച്ചാൽ പോരെ, നോക്കിട്ട് സൈലന്റ് ആവുക. മറുപടി പറയുന്നു. ഇദ്ദേഹം പറയുന്നത് വീട് പല സ്ഥലങ്ങളിലും വീട് മുഴുവൻ ചോരുകയാണെന്ന് പറഞ്ഞു. മുഴുവൻ ചോരുകയാണെന്ന് എൻ്റെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം മുഴുവൻ ചോരുക എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ ബിൽഡിങ്ങുകൾ പരിശോധിക്കാൻ പോയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പഞ്ചായത്ത് തലത്തിൽ വീട് മുഴുവൻ എൻ്റെ ഞാൻ 2007 പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. എൻ്റെ സർവീസിൽ ഇത്രയും നാളായിട്ടും വീട് മുഴുവൻ ചോരുന്ന ഞാൻ എന്ത് പറയുന്നത്, എന്തുവായാലും പറയുന്നത്. 40 വർഷമായി വീടും ചോരത്തില്ല. ചോരും വീട് 10, 25, 30 വർഷമൊക്കെ കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിൽ കരിയിലൊക്കെ കെട്ടി നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്, വെള്ളം ഒഴി ഓവോ മറ്റേ പൈപ്പ് പൈപ്പിലൂടെ വെള്ളം ഒഴി പോകാതെ കെട്ടി നിന്നാൽ വീടിന് ചെറിയ ലീക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈർപ്പ് ഇറങ്ങി ചെറിയ ലീക്ക് ഉണ്ടാവും. അല്ല വീട് മൊത്തം ചോരുക എന്ന് പറഞ്ഞാൽ വീട് പൊളിഞ്ഞു പോകത്തില്ലേ? ഇതാണ് നമ്മൾ ഇപ്പൊ അദ്ദേഹം താങ്കളെ വിളിച്ചിട്ട്, അതായത് രേണുസുതിയുടെ അച്ഛൻ താങ്കളെ വിളിച്ചിട്ടാണ് ഈ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അതിന് മുന്നേ ഇതിനുള്ള പ്രശ്നങ്ങൾ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചു. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം സാറേ ഫാൻ വീണു, അല്ലെങ്കിൽ വാഷ് ബേസിന് പൊട്ടി വീണു. അതൊക്കെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോഴൊക്കെ ഇത് പൊട്ടി വീഴുമോ? അപ്പോൾ ഇത് മോട്ടർ കേടായി. അപ്പോൾ മോട്ടർ കേടായെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഉദാഹരണം പറയാം, എൻ്റെ വീടിൻ്റെ ഈ താമസം കയറലിന് താങ്കൾ ഒരു ഫാൻ കൊണ്ടു തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടു തന്നു ഗിഫ്റ്റായിട്ട്, സുഹൃത്തിൻ്റെ ഇത്. 2ാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെ വിളിക്കുമോ? ഇല്ല, നമ്മൾ നന്നാക്കും.
വേണ്ടെന്ന് വെക്കും. ഒരിക്കലും ഞാൻ നിങ്ങളെ വിളിക്കാൻ പാടില്ല. നിങ്ങളെ വിളിക്കാൻ നല്ല സുഹൃത്തെ എനിക്ക് തന്ന മറ്റേ ആ മോട്ടർ പിന്നെ മിക്സി കേടായി, ഞാൻ എന്ത് ചെയ്യും? ആ മിക്സിയിൽ ഒരു കമ്പനിയിൽ എന്തുവായാലും ആ കവറിൻ്റെ അകത്തൊരു വാറണ്ടി കാണും, അല്ലെങ്കിൽ കമ്പനി ആരാന്നറിയും. നമ്മൾ അതിൻ്റെ സർവീസ് സെൻറ്ററിൽ പോകുന്നു, ഇത് അവർ വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇക്കാലത്തെന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ വന്ന് എടുത്തുകൊണ്ട് പോകും ഏത് പ്രോഡക്റ്റും, ശരിയല്ലേ? അവർ വന്ന് ശരിയാക്കും. അല്ലെങ്കിൽ എനിക്കൊരു ഫ്രിഡ്ജ് കൊണ്ട് നിങ്ങൾ തന്നു, അത് കേടായി, ഞാൻ നിങ്ങൾക്ക് പറയും ഫ്രിഡ്ജ് ശരിയാക്കി തരാൻ നിങ്ങളെ വിളിച്ച് പറയൂ. ഇപ്പോൾ നിലവിൽ കിച്ചുവിനും അനിയനും കൂടി പണിതൊരു പണിതൊരു വീടാണ്. വീട്ടിൽ ഇപ്പോൾ ആരൊക്കെ താമസിക്കുന്നത്? ആ വീട്ടിൽ താമസിക്കുന്നത് ഈ രേണു, എല്ലാ ദിവസവും രേണുവിന് ഷൂട്ടുണ്ട്. അതിന് മുമ്പേ നാടകത്തിൽ അഭിനയിക്കാൻ പോകുമായിരുന്നു. തിരക്കുള്ള ആളായി. അപ്പോൾ രേണു ചിലപ്പം സമയം കിട്ടുമ്പോഴേ രേണുവിന് വരാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് രേണു പറയുന്നു, ആദ്യം രേണുവിൻ്റെ സ്വന്തം ചാനലാണ്, അതിൽ പറയുന്നുണ്ട്, നമസ്കാരം, ഇത് സുധിലയം, ഞാനിങ്ങനെ നിൽക്കുന്നു, അപ്പോൾ ഈ വീട് ഞാൻ ഷൂട്ടിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇത് ഇടയ്ക്ക് ഈ വീഡിയോ തീരുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ സുധിയുടെ സംസാരം വോയിസ് കേൾക്കാം. നമ്മൾ ഒരു കള്ളത്തരം കാണിച്ചാൽ നമ്മൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറയേണ്ടി വരും. ശരിയല്ലേ? അത് മനസ്സിലാക്കാതെ ഇപ്പം പറയുക സ്വന്തം ചാനലിലൂടെ തന്നെ. അത് നല്ല കാര്യമാണ്, ചെയ്തോട്ട്. അപ്പം സുധിയുടെ പിന്നെ ഭാര്യ, ഇളയ കുഞ്ഞ്, മൂത്ത മോൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്. ഫ്ലവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത്. കൊല്ലത്ത് നിന്ന് പഠിക്കുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വരും. കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് അവന് ഈ പിന്നെ വീഡിയോ എടുത്തപ്പോഴാണ് ഇളയ കുഞ്ഞ് അച്ഛൻ്റെ ഇതൊക്കെ അടി കിടക്കുക എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പോയി ചെയ്തതാണോ? ഒരിക്കലുമല്ല. ശരിയല്ലേ? അവൻ്റെ വീടാണ്, അവന് വീഡിയോ എടുക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ രേണു സുധിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും ഒരു കള്ളത്തരം പല ഓൺലൈൻ മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട്. രേണുവിൻ്റെ ചേച്ചി രമ്യയും ഭർത്താവും പിള്ളേരും അവിടെയാണ് താമസിക്കുന്നത്. ഒരിക്കലുമല്ല. രമ്യ ഭർത്താവും കുഞ്ഞുങ്ങളും തൊട്ട് അതിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. ആ കുട്ടി നേഴ്സാണ്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ആക്കും. പകല് പഠിത്തമില്ലാത്തപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ആക്കിയിട്ട് ഭർത്താവ് പെയിന്റിങ്ങിനും പോകും. അല്ലാതെ അവരൊന്നും ആ വീട്ടിൽ താമസിക്കുന്നില്ല. ഇവര് മാത്രമേ ഈ കിച്ചു കൊല്ലത്താണല്ലോ. കൊല്ലത്താണ്. കിച്ചുവായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നോ? കിച്ചുവിനെ ഞാൻ ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നു, മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു. കിച്ചു എടുത്തില്ല ഫോണ്. ഇന്നലെ വിളിച്ചിരുന്നു. മാമ, ഞാൻ എല്ലാം കാണുന്നുണ്ട് മാമ, ഞാൻ എല്ലാം ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ മാമ? അപ്പോൾ ഞാൻ പറഞ്ഞു, കിച്ചു മോനെ പറ്റിയും എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് മോൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. എനിക്കെല്ലാം അറിയാം മാമ എന്ന് മാത്രം പറഞ്ഞു. എന്താണ് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത്? ഒരിക്കലും ഞാൻ പറയത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടാണോ? ഇല്ല, ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ എത്ര തിരിച്ചു മറിഞ്ഞു ചോദിച്ചാൽ ഞാനത് പറയത്തില്ല. ആരാണ് കിച്ചുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്? ഒരിക്കലും അത് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കും ആ പറഞ്ഞവർക്കും അറിയാം. ഞാനിപ്പം സംസാരിക്കുന്നത് മൊത്തവും അവര് എൻ്റെ പേര് പരാമർശിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ പരാമർശിക്കത്തുള്ളൂ. ഒരിക്കലും ഞാൻ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കത്തില്ല. ഇപ്പോൾ താങ്കൾ അഭിമുഖങ്ങൾ കൊടുക്കുന്നു, അതിനകത്ത് പറയുന്നത് താങ്കളുടെ പേര് പറയും. താങ്കൾ ഏത് തരത്തിലാണ് വേദനിപ്പിച്ചവർ? എന്നെ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇതിൻ്റെ ചോർച്ച മറ്റേ എരച്ചിലടിക്കുന്നത് മാറ്റാൻ വേണ്ടി തൊഴിലാളികൾ പോയായിരുന്നു. ആ വിവരം ഞാൻ അറിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, പപ്പ ഇവർ വന്നായിരുന്നു? വന്നായിരുന്നു, അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, വന്നായിരുന്നു. അപ്പോൾ അവരെന്ത് പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞു, എന്തിനായി ചാനലിലൊക്കെ ചെന്ന് പറയാൻ പോയെന്നൊക്കെ പറയുമ്പം അത് അവൾക്കൊരു അബദ്ധം പറ്റിയില്ലയോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അത് സാർ ഇനി എന്നെ ഈ കാര്യം പറഞ്ഞ് എന്നെ മേലെ വിളിച്ചേക്കരുത്. എൻ്റെ കോൾ റെക്കോർഡ് ഉണ്ട്, എൻ്റെ കേൾപ്പിക്കാൻ പറ്റും. അവര് ആ വീട് ചോരുന്നതിന് നോക്കാൻ വന്നായിരുന്നു അവിടുന്ന് ആരേലും? വന്നപ്പോ അവര് വാർപ്പല്ലല്ലോ ചോരുന്നത്, ഷീറ്റ് അല്ലയോ അതിന്റെ അവിടെ ഈ ഇറച്ചടിക്കുന്നേ? വാർപ്പിന്റെ അവിടെ ഒരു ലീക്ക് ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതല്ലല്ലോ പ്രശ്നം. ഈ തേപ്പ് മൊത്തം പോയി. പിന്നെ സാറേ പുറകെ തേപ്പ് മൊത്തം പോയി, തേച്ച് വെച്ചിരിക്കുന്നു പ്ലാസ്റ്ററിങ്. അവരെ കാണിച്ചു. അല്ലല്ല, അവര് കണ്ട എഞ്ചിനീയറെ വന്നിരിക്കും. എഞ്ചിനീയറും അതിന്റെ മെയിൻ പണിക്കാരനെ വന്നിരിക്കുന്നത്. അപ്പൊ അവരത് എന്താന്ന് വെച്ചാൽ കണ്ടിട്ട് പോട്ടെ. ഞാൻ പറയട്ടെ, 1 കോടി രൂപയുടെ പണിഞ്ഞാലും ചില വീടുകളിൽ നല്ല അവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിലടിക്കുകയാണെങ്കിൽ പിന്നെ ഈ തേപ്പൊക്കെ ചെറിയ പൊട്ടലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതല്ലെന്നേ ഞാനൊരു കാര്യം പറയും, സിമെന്റ് മണലോ സിമെന്റ് എംസാൻഡിട്ടല്ല തേച്ചിരിക്കുന്നത്. അതാണ് പറ്റിയത്. പിന്നെന്താ ഈ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ട് തേച്ച് വെച്ചതാ. എന്റെ പൊന്നിയുണ്ട് ഞാൻ പറയട്ടെ, ഒരു ചാനലിൽ പോയി ഇന്ന് വീട് ചോരുകയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ചോദിക്കട്ടെ, അവള് ഇത് അറിവില്ല. ഞങ്ങൾ ഇവിടെ ആളുണ്ടല്ലോ. അങ്ങനല്ലല്ലോ, അറിവില്ലെന്ന് പറയല്ല, അറിവെല്ലാവർക്കും അറിവുണ്ട്. ചോരുന്നുണ്ട്, അവൾക്ക് ചോരുന്നുണ്ടെന്ന് തന്നെ അവള് പറഞ്ഞു കാണും. സാറൊന്നും ന്യായീകരിക്കണ്ട, വേണ്ട, ഇനി ന്യായീകരിക്കണ്ട. അവള്
അവള് നിങ്ങളോട് ഒരു വർഷമായിട്ട് നിങ്ങളല്ലേ എന്നോട് ഇടപെട്ടോണ്ടിരുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട്. ഞാൻ തന്നെ ഈ ആഴ്ച വരും അച്ഛാ നാളെ വന്നവരളക്കും, നാളെ ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ ഞാൻ തന്നെ പറഞ്ഞത് ഇനി തരുത്തേ ഇല്ല, നിങ്ങൾ ഉണ്ടാക്കിക്കോളാം. എങ്ങനെ അതല്ലേ പറഞ്ഞത്? ഇന്ന് വരെ ഫിറോസ് സാർ എന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, നിങ്ങളല്ലേ ഇടയ്ക്ക് എന്ന് പറഞ്ഞത്. ഞാനാണ് ഇടയ്ക്ക് എന്നെ വേണ്ട വേണ്ട, എനിക്ക് ഈ വീടിന്റെ കാര്യം സാർ എന്നോട് സംസാരിക്കണ്ട. എനിക്ക് അത്ര വേദനയുണ്ട്. ഞാനത് പറയും. അവളൊരു പെണ്ണാ. അല്ല പെണ്ണാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വായി തോന്നുന്നു നമുക്ക് പറയാൻ പറ്റുമോ? അവള് പറഞ്ഞ നേരാന്നേ നനഞ്ഞ. അല്ല എന്ത് നമുക്ക് വായി തോന്നുന്നത് പറയാൻ പറ്റുമോ? എന്ത് നനയുന്നുണ്ടെന്ന് ചോദിച്ചാൽ നേരാന്ന്. അതെങ്ങനെ ഒരുത്തൻ ക്യാമറയും തൂക്കിക്കൊണ്ട് വരുന്ന ഒരുത്തന്നെ അവനെങ്ങനെ വീഡിയോ വരുന്നത്? അവനോട് മുൻകൂട്ടി പറഞ്ഞു എന്നോട് ചോദിക്കണം വീഡിയോ ചോദിക്കണമെന്ന് ചോദിക്കണമെന്ന്. അങ്ങനെ നനയെന്ന് കൊണ്ടാ പറഞ്ഞു. ഒരു വർഷമായിട്ട് എങ്ങനെ നനയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സൗകര്യമില്ല, ഞങ്ങൾ ഇട്ടത് പോകും. സൗകര്യമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞു. ഇനി ഇതുണ്ട് പെർമിറ്റിന്റെ ഇതാണ് സംഭവം. കണ്ടോ, രാഹുൽ ദാസ് നോക്കി, രാഹുൽ ദാസ് ആൻഡ് ഋതുൽ ദാസ് എസ് കണ്ടോ, ഈ ഫയൽ ചെയ്തതാണ്. കണ്ടോ, ഈ 9207509919 നമ്പറിൽ നിന്നാണ് ഈ ഫയൽ ചെയ്ത് ആദ്യം പെർമിറ്റ്. കണ്ടോ, ഈ ഫയൽ നെയിം ഓഫ് പബ്ലിക്കിൻ്റെ ആരാ? രാഹുൽ ദാസ് ആൻഡ് ഋതുൽ ദാസ്. വീട് പണിതതിന് ശേഷമുള്ള പെർമിറ്റ് ആദ്യം പെർമിറ്റ് എടുത്ത് ഇതിൻ്റെ അടുത്ത് കാണിക്കാം. അതുകൊണ്ട് ഇത് അപേക്ഷ കൊടുത്തത് തൃക്കൊടുത്താനം പഞ്ചായത്തിൽ, തൃക്കൊടുത്താനം പഞ്ചായത്തിൽ. ഞാൻ ഇതൊന്നും ഒരാൾക്ക് പോലും ഞാൻ കാണിച്ചില്ല. ഇതിന് പെർമിറ്റ് ഫീസ്, ഇത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച ആദ്യം 300 രൂപ. ആരുടെ പേരിലാണ്? രാഹുൽ ദാസിൻ്റെയും ഋതുൽ ദാസിൻ്റെയും പേരിലാണ് ഇത് അടച്ചത്. ഇനി പ്രശസ്തനായ ഈ കലാകാരനാണ് മറ്റേ അലക്സ് കോട്ടയം പെർമിറ്റ് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നെ. ഇതൊക്കെ ആ സമയത്ത് അവർ പോയിട്ടാ ഇത് പെർമിറ്റ് എടുത്തിട്ട് നമുക്ക് അയച്ചു തരുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സത്യം പറഞ്ഞാൽ വീഡിയോ വരുന്നവരെ ഞാനിത് കാണത്തേ ഇല്ല സത്യം പറഞ്ഞാൽ. എന്നാൽ ഇതിങ്ങനെ കയറി വരും, ഞാൻ എന്ത് ചെയ്യും? ഇന്ന് വരെ ഒരു കമൻറ്റ് പോലും അടിക്കാൻ പോയിട്ടില്ല. അവരെ വിളിച്ചിട്ട് ഇതിന് രേണു ഇത് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് അവർ ഓരോരുത്തരുടെ മൗലികാവകാശമാണ് അല്ലേ. അപ്പം നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ഞാൻ വിളിച്ച് ആശംസകളൊക്കെ പറഞ്ഞു. നല്ലതാണ്. നാടകം എന്ന് പറഞ്ഞാൽ വലിയൊരു കലയാണ്. സീരിയലൊന്നും മോശമെന്നുള്ളതല്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ കഥ അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യിൽ മേടിക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ രേണുവിന് കഴിവുള്ളൊരു കുട്ടി തന്നെ. അല്ലെങ്കിൽ നാടകത്തിൽ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. ഡയലോഗ് മൊത്തം കാണാൻ പഠിച്ച നാടകത്തിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ഈ പൊളിച്ചെന്ന് പറയുമ്പം രാവിലെ എന്നെ ഫിറോസ് ഭായി വിളിച്ചിട്ട് പറഞ്ഞു, ഭായി ഞാൻ ഇനി എല്ലാം വരച്ച് കംപ്ലീഷൻ എല്ലാം കൊടുക്കാൻ പോവാ, വേറെ എല്ലാം ശരിയായി, ഞാൻ ഇനി അത് ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം വിഷമം കൊണ്ട് പറയാം. ഈ വിവരം ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു വിളിച്ച് ശ്രദ്ധിക്കാനാണോ? പുള്ളി പറയുന്നത് പുള്ളി അതിന്റെ കംപ്ലീഷൻ ഒന്നും വരച്ച് ഇനി തരത്തില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞു. എന്താ കാരണം എന്ന് പറയുമ്പോൾ പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ വീട് ചോരുന്നെന്നും അത് എല്ലാം കണ്ട പുള്ളിയുടെ എന്തോ 1-2 വർക്ക് പോയെന്ന്. പുള്ളി ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന വർക്കേ അത് പോയി. അത് കാരണം ബാക്കി നിങ്ങൾ എന്തെന്ന് ചെയ്തു എന്നുള്ള രീതി എന്നോട് വിളിച്ച് സംസാരിച്ച് ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അച്ഛൻ തന്നെ ആരെയും വിളിച്ച് വരച്ചതിന് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തു കേട്ടോ. സൈലന്റ് ആവുക. അങ്ങനെ ഒന്ന് വിളിച്ചപ്പം പറഞ്ഞു ഫേസ്ബുക്കിൽ ആര് ഇട്ട് വീട് ചോരുന്നു. നിക്കേ, ഇതേ എന്താ പറയുന്നേ? ഫേസ്ബുക്കിൽ ആരാണ് ഇട്ടത്? ഫേസ്ബുക്കിൽ ആരിട്ടു? അടുത്ത കേട്ടോണം. ഇതാ പറഞ്ഞ ഒരു കള്ളം അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് റിയാക്ഷൻ വീഡിയോ അല്ലേ ഞാൻ പറയുന്നത്. ഫേസ്ബുക്കിൽ ആരിട്ടു? 2 വർക്ക് സൈറ്റ് പോയത്. നമ്മള് ഓരോന്ന് പറയുമ്പോ ചുമ്മാ ക്യാമറ കാണുമ്പോ നമ്മൾ ഓരോന്ന് എല്ലാരും പറയും, ഞാനും പറയും, എല്ലാരും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നവര് പറയുകയും ചെയ്യും. അതേ ഉള്ളു. അവര് ക്യാമറ എടുത്തവന് നല്ല പൈസ എടുത്ത് റീച്ചാവും. പക്ഷെ ഒരാളുടെ ജീവിതമല്ലേ പോകുന്നത്, അവന്റെ വർക്കല്ലേ പോയത്. അവന്റെ പേരും ഒക്കെ പറഞ്ഞ അതിനടി മൊത്തം എന്നെ ഭയങ്കര വിഷമത്തോടെ വിളിച്ചു പറഞ്ഞപ്പോ കേട്ടോ. എന്നോട് പറഞ്ഞു താജുഭായി ഒന്ന് പറഞ്ഞായിരുന്നു. എന്നാ ബാക്കിയൂടെ ഞങ്ങൾ ഇട്ടോളാം. എന്താ പറഞ്ഞ ഈ പൈസ ഈ ലോകരാരാ ഈ പൈസ മുടക്കിയത്? ഈ നാട്ടുകാർ പൈസ മുടക്കിയതാണോ? അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം പറഞ്ഞ ഞങ്ങൾ ഫേസ്ബുക്കിലായി. ഇവൻ ചെയ്തത് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഇവൻ സാറിനോട് എന്ന് പറഞ്ഞ ഇവൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഇപ്പം വന്ന് എന്നാ ചെയ്തെന്ന് പറഞ്ഞ് ഇടിച്ചു പൊട്ടിച്ച് കളയെന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ റെക്കോർഡുണ്ട്. അല്ല അത് അതിനകത്ത് കമന്റ് ഫേസ്ബുക്കിന്റെ അത് കമന്റും പറയുന്നുണ്ട്. ഇടിച്ചു പൊട്ടിച്ചോട്ടെ, ഇടിച്ചു പൊട്ടിക്കോ എന്നാന്ന് വെച്ചാൽ ചേട്ടാ ഞങ്ങൾ പോയിച്ചാൽ ഞങ്ങളും പോയിക്കണം. അവന് ഒരു കോപ്പ് ഉണ്ടാക്കിയതാണ്ട. ഈ നാട്ടുകാരുടെ പൈസ പിരിച്ചതിന്റെ കണക്കൊന്നും അറിയണം. 20 ലക്ഷം രൂപയുടെ മേളിൽ ഇവൻ വീടുണ്ടെന്ന് പറഞ്ഞു. ഈ ചോരുന്ന ആര് സമ്മാനം പറയും?
ഞങ്ങൾ ഇത്ര നാൾ ഒരു കംപ്ലൈന്റും പറഞ്ഞില്ല, അറിയോ? ദാനം കിട്ടിയതല്ലേ ഓർത്ത് മിണ്ടായിരിക്കായിരുന്നു. ഒന്ന് പറഞ്ഞു എന്നോടൊന്ന് പറഞ്ഞു ബാക്കി അച്ഛനെ ചെയ്തോളാം. ആയിക്കോട്ടെ, ഞങ്ങൾ ഇനി സാർ ഇതിനകത്തൊന്നും ഇടപെടണ്ട. ഞങ്ങൾ പിന്നെ ബാക്കി എന്തായാലും നാറിയെന്നല്ലേ പറഞ്ഞത്, ബാക്കി കൂടെ നാറ്റിച്ചേക്കാം. എന്നിട്ട് ബാക്കി കൂടെ നാട്ടിച്ചേക്കാം. എന്നിട്ട് ആരാ നാറിയെ? ഞാനിത് ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, ഇവർക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടാണ് രേണുസുതി ചോർച്ചയാണെന്നുള്ള കാര്യം മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയതും. ഉറപ്പല്ലേ? ഇദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വലിയ പറയുന്ന ചോർച്ച ഉണ്ടെന്ന്. രേണു അവിടെ ഇല്ലല്ലോ, രേണു ഷൂട്ടിങ്ങിലല്ലേ പോയേക്കുന്നേ. അല്ല, ഈ വീഡിയോയിൽ നിന്ന് ഇപ്പൊ വോയിസ് ക്ലിപ്പിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള വീഡിയോ ഞങ്ങൾ വിട്ടു, ആദ്യം അറിയില്ല എന്ന് പറയുന്നു, അതിനുശേഷം അദ്ദേഹം അറിഞ്ഞ പോലെ പറയുന്നു, അതിനുശേഷം പിന്നീട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ തന്നെ വിടും എന്നുള്ള ഭീഷണി സ്വരത്തിൽ തന്നെയാണ് അത്. കറക്റ്റ് ആണോ? ഭീഷണി സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം ആദ്യം ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വീട് ചോരുന്നെന്ന് പറഞ്ഞ് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ എല്ലാം വന്ന് അത് കണ്ടാണ് ഫിറോസ് എന്നെ വിളിച്ചത്. രാവിലെ വിളിക്കുന്നേ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആര് എന്തിട്ടു ഇങ്ങനെ ഇത് കളിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഫിറോസ് ഭായിക്ക് ഇട്ടുകൊടുത്തു. ഫിറോസ് ഭായി ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇത് വിഷയമാവത്തില്ലേ? ഫിറോസ് ഭായ് എന്നെ വിളിച്ചതും എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ആണ്, ഫിറോസ് ഭായിയുടെ ഫോണിൽ റെക്കോർഡിംഗ് ആണ്. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞത് ഞങ്ങളുടെ ഇതിനു വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ശരിയല്ലേ? നാളെ ഫിറോസ് ഭായ് അത് പറഞ്ഞില്ലെന്ന് എന്നോടും പറയത്തില്ല. ഇനി എന്നോട് ഫിറോസ് ഭായ് പറഞ്ഞാണ് ഇവർക്ക് ഈ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വന്ന് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. താജ് ഭായ് ഒരു കാര്യം ചെയ്യും, അവരോട് പറ അവർക്ക് ഈ വീട് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായി ഈ വീട് പൊളിച്ച്, ഇങ്ങനെയാണ് പറഞ്ഞത്, പൂർണ്ണമായി ഈ വീട് പൊളിച്ച് അതിൽ ബുൾഡോസർ കൊണ്ടോ എന്തുകൊണ്ടോ പുള്ളി എളുപ്പം വിളിക്കും. ബുൾഡോസർ എന്നുള്ള പദം പ്രയോഗിച്ചായിട്ട് അറിയത്തില്ല. ബുൾഡോസർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബുൾഡോസർ JCB. അതുകൊണ്ട് മൊത്തം പൊളിച്ച് അവർക്ക് പഴയ വസ്തു കിടന്ന പോലെ കൊടുക്കാമെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ആ വിവരം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. ഇപ്പോൾ രേണുസുധിയുടെ അച്ഛൻ തന്നെ വാക്കുകളിൽ പറയുന്നുണ്ട് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചു. അത് എന്താണ് സംഭവിച്ചത്? നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചിട്ടില്ലല്ലോ. ഈ പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? അവരുടെ പിന്നെ കൂട്ടായ്മ, ഫേസ്ബുക്ക് കൂട്ടായ്മ, വീട് പണിഞ്ഞു കൊടുത്ത KHDCയുടെ അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ അവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് പണിഞ്ഞു കൊടുത്തത്. അല്ലാതെ നാട്ടുകാരിൽ നിന്ന് ഒരു രൂപ പോലും പിരിച്ചതായിട്ട് എനിക്കറിയത്തില്ല. ഞാനൊട്ട് പിരിച്ചിട്ടുമില്ല, ഫിറോസ് ഭായി ഒട്ട് പിരിച്ചിട്ടില്ല. ഈ KHDC എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാലങ്ങളായിട്ട് 5-6 വീടുകൾ പണിതിട്ടുണ്ട്. അതിൽ ഏറ്റവും വില കൂടിയ വീടാണ് ഇപ്പോൾ രേണുസുധിയുടെ കുടുംബം, രേണുസുധിയല്ല കിച്ചുവിന്, സുധിയുടെ 2 മക്കൾക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ ആ കൂട്ടായ്മ ഇതിനു മുന്നേ നിറയെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്, കൂട്ടായ്മയാണ്. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇനി ചെയ്യില്ല എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. ഇനി ചെയ്യുന്നില്ലെന്ന് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഞാനും മറ്റൊരു മിമിക്രിക്കാരന് വേണ്ടി ഇതുപോലെ വീട് വെച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയായിരുന്നു. അതാണ് അദ്ദേഹം എൻ്റെ പേര് ആദ്യം എടുത്ത് പറഞ്ഞത് ഫിറോസ് ഭായിയാ. താജ് പത്തനംതിട്ട ഭായി ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതിന് ഞങ്ങൾ ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം വിഷമത്തോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്നലെയൊക്കെ സംസാരിച്ചു, അദ്ദേഹം ചെയ്യും. കാരണം ഒരു നന്മയുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ ഇത്രയും വിഷയമുണ്ടായി അദ്ദേഹത്തിൻ്റെ 2-3 വർക്ക് പോലും പെൻഡിങ് ആയിട്ട് അദ്ദേഹം വന്ന് ഇത് 1600 രൂപയുള്ളൂ. 1600 രൂപയുടെ കാര്യത്തിനാണ് 2600 അല്ലേ? 2600 രൂപ അവിടെ ചെറിയൊരു ഷീറ്റ് ഇടുന്നതിന് പകരം എന്തെല്ലാം കോലാഹലങ്ങൾ. അവനവൻ്റെ വീട് വൃത്തിയാക്കണം, അവനൊരു ജോലിയാണ്, അവനൊരിതാണ്. മനുഷ്യനെ പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ദൈവം തമ്പുരാൻ എല്ലാവർക്കും ഒരുപോലെ കൊടുത്ത ഒറ്റൊരു കാര്യമുള്ളൂ, സമയം. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ദൈവം എല്ലാവർക്കും ലോകത്തെ എല്ലാ മനുഷ്യർക്കും സമയം ഒരുപോലെ കൊടുത്തു. പക്ഷെ ആർക്കും സമയമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും സമയമില്ല. ഇപ്പോൾ രേണുസുധിയുടെ കാര്യം പറഞ്ഞു, അച്ഛൻ്റെ കാര്യം പറഞ്ഞു, അതേ സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, രേണുസുധിയുടെ ചേച്ചി. അപ്പൊ അവര് ഈ വിഷയങ്ങളിലൊക്കെ അറിഞ്ഞിരുന്നോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം പക്വതയോടും ബഹുമാനത്തോടും കൂടി സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് രേഷ്മ. ഇന്നലെ കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ പിണങ്ങുന്നത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന്. അതുപോലെ ഒരു കാര്യം കൂടെ, ഈ നിരവധി സംഘടനയിലെ പലരും ആ വീടിൻ്റെ ഹൗസ് വാമിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇപ്പോഴും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും ഈ തരത്തിലുള്ള വിവാദങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? വിവാദങ്ങളെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ആരും പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും സംഘടന കൂട്ടായ്മകൾ ചെയ്തു കൊടുത്തൊരു വീടാണ്. അല്ല, അത് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പം എനിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞില്ലേ? അതെ, 350 പേര് ഭക്ഷണം, അതൊക്കെ ചെറിയ വേദനിപ്പുണ്ടായി. അതൊന്നും കുഴപ്പമില്ല, അവരുടെ അറിവുകേട് എത്രയേ ഉള്ളൂ. അല്ല, മാസംഘടന ആണെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾ മാസംഘടന 1 ലക്ഷം രൂപ അങ്ങനെ എത്ര പേർക്ക് കൊടുത്തു? മാസംഘടന എല്ലാ ഓണത്തിനും മായിലെ അംഗങ്ങൾക്കെല്ലാം കൈനീട്ടം കൊടുക്കുന്നുണ്ടല്ലോ.
അത് അതിൻ്റെ പിന്നെ ഷാജോൺ മുതൽ നാദിർ ഷാക്ക മുതൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവിടെ വകഭേദങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ മാസംഘടനയിലെ കൊച്ചു പ്രദീപിന് മാസംഘടന വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. കൊച്ചു പ്രദീപില്ലേ ഒരു ഹൈറ്റ് പറഞ്ഞാൽ ആ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കും. മാസംഘടന ഒരു വലിയ 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 സംഘടനയാണ്. ഒരുപാട് ഇപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കലാകാരന് അപകടം പറ്റിക്കിടന്നു. ഓൺ ദ സ്പോട്ടിലേക്ക് പൈസ കൊടുക്കുകയാണ് മാസംഘടന. അത് പിന്നെ ഇന്ന ആൾക്കെന്നുള്ളതില്ലേ, ആർക്ക് സഹായം വന്നില്ല. എനിക്കൊരു വിഷയം വന്നപ്പോൾ എൻ്റെ കൂടെ മാസംഘടന നിന്നു. എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വയ്യാത്ത കുട്ടിയുണ്ട്, ഒരു ശാരീരിക മാനസിക വെല്ലുവിളി നേടുന്ന ഒരു മകനുണ്ട് എനിക്ക്. അവൻ്റെ പേര് ഫർദീൻ എന്നാണ്. അവനെ ഒരു സ്ഥാപനത്തിൽ, മല്ലപ്പള്ളിയിൽ ഒരു സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിക്കാൻ വിട്ടിരുന്നു. 2 മാസത്തെ ട്രെയിനിങ്. എൻ്റെ മകനെ അവർ ഉപദ്രവിച്ചു. അങ്ങനെ മകനെതിരെ പ്രതിയെ കേസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ആ സ്ഥാപനം പത്തനംതിട്ട ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടച്ചു പൂട്ടി. അപ്പോഴത്തേക്കും അവിടുത്തെ 2 സ്ത്രീകൾ എനിക്കെതിരെ ലൈംഗിക പരാതി കൊടുത്തു. ഈ സമയത്തൊക്കെ എൻ്റെ സംഘടനയിലെ എല്ലാവരും, ഷാജോൺ, നാദിർ ഷാക്ക ഉൾപ്പെടെയുള്ള എല്ലാവരും, പാഷാണ ഷാജി, എല്ലാവരും എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും അവർ വേണ്ട സഹകരണങ്ങളെല്ലാം ചെയ്യും. അഡ്വക്കേറ്റ് ജോയി, ഞങ്ങളുടെ സംഘടനയിലെ വക്കീലന്മാരൊക്കെ ഉണ്ട്, സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്, നിയമസഭയിലെ ഉദ്യോഗസ്ഥരുണ്ട്. പല കാര്യങ്ങൾ ഇപ്പം നമ്മുടെ പഞ്ചായത്ത് സംബന്ധമായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കും. കോട്ടയം അലക്സിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് ഒരു തിരുത്തൽ വന്നാൽ അപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു കൂട്ടായ്മ. ഞങ്ങൾക്ക് എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് സംഘടനയിലെ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. പിന്നെ വേറൊരു വിമർശനം കൂടെ പറയുന്നത്, വെച്ചവരുടെ പേര് അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് യൂട്യൂബർമാർ ഇറങ്ങി അതിൻ്റെ സംഘടനയുടെ പേര് എഴുതി വെച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രോഗ്രാമിൻ്റെ ഈ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ 3 പേര് പരസ്യം തന്നിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴി ഞാൻ തന്നെ ഒട്ടിച്ച് വെച്ചാൽ, ഇത് ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ അവരറിയുമോ? ഇല്ല. അവർക്ക് പരസ്യമാണ്. എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പം അജയ് ഹാച്ചറീസ്, SM കളർ ഹൗസ്, മൾബറി, ഈ 3 കടക്കാരൻ എനിക്ക് പരസ്യം തന്നത് അവരുടെ ഇത് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ വെച്ചേക്കുന്നത് വെക്കണ്ടെന്ന് പറയാൻ പറ്റുമോ വേറൊരാള്? അത് എൻ്റെ വീട് ശരിയല്ലേ? ഞാൻ വെച്ചു, അവരത് വെച്ചു, അവർക്കും പരസ്യം വേണ്ടേ? അല്ല, 25 ലക്ഷം രൂപയിൽ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പേര് വെക്കുന്നത് ഇത്ര വലിയ പ്രശ്നം? അതെ, അത് പ്രശ്നമാക്കിയവരുണ്ട്. ഇതിനൊക്കെ നമ്മളൊക്കെ പ്രതികരിക്കും. ഞാൻ അതിനിടയൊന്നും കമന്റ് അടിക്കാൻ പോകില്ല. ആൾക്കാരിങ്ങനെ പലതും പറഞ്ഞില്ല. ആദ്യമേ പറഞ്ഞ അമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ 2 ഭാഗം പറയും. ഒന്ന്, അമ്മയ്ക്ക് തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് പറയും ചിലർ പറയും അമ്മയെ തല്ലേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയും. 2 അങ്ങനെയാണ്. മനുഷ്യരങ്ങനെയാണ്. ഈ ലോകത്തിൽ മനുഷ്യന് മാത്രമേ ചിരിക്കാനും ചിന്തിക്കാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യനാണ് ലോകത്തിലുള്ള കംപ്ലീറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഈ മനുഷ്യൻ തന്നെയാണ്. ശരിയല്ലേ? അതെ. ഇപ്പം രാത്രി ഒരാൾ ഒരു വീട്ടിലെ കള്ളൻ മോഷ്ടിക്കാൻ കയറി. അപ്പം അവിടെ മോഷ്ടിക്കാൻ കയറിയപ്പോൾ അവരുടെ മാല എന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ ഒരാൾ മാല പൊട്ടിക്കുമ്പോൾ ഈ വീട്ടുടമസ്ഥൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സംഭവിക്കുന്നത് എന്തായിരിക്കും? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മോഷ്ടാവ് വിചാരിക്കും ഇവൻ നാളെ രാവിലെ എൻ്റെ മോട്ടിച്ച കാര്യം പറയുമെന്ന് പറഞ്ഞ് പിന്നെ അവനെ കൊല്ലാനേ ശ്രമിക്കത്തുള്ളൂ. അല്ലാതെ രാവിലെ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നാളെ കൊല്ലണമെന്ന് പറഞ്ഞ് പോകത്തില്ല. ഞാൻ ജയിലിലൊക്കെ പ്രോഗ്രാം പോകുമ്പം കൊലയാളികളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു സാഹചര്യങ്ങളിലാണ് ഓരോരുത്തർ പെടുന്നത്. ഒരു തെറ്റ് പറ്റിയെന്ന് നമുക്ക് കേൾക്കാം. ഇത് തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്താ? അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നന്ദി. ഇതുപോലെയുള്ള നന്മ പ്രവർത്തികളായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഒത്തിരി സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂകളിലൊക്കെ അതിൻ്റെ അടിയിലെ കമൻറ്റുകളൊക്കെ ഞാൻ കുറച്ചൊക്കെ വായിച്ചപ്പോൾ പറഞ്ഞത് അവതാരകൻ അല്ലെങ്കിൽ ആങ്കർ എനിക്ക് അവസരം തരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് താങ്കളോട് ബഹുമാനം തോന്നുന്നു. ഒന്ന്, താങ്കൾ എന്നെ കൊണ്ടാണ് എല്ലാം ചോദിപ്പിച്ചത്. പിന്നെ കൂടാതെ എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും താങ്കൾ ചോദിച്ചില്ല. അങ്ങനെ എൻ്റെ ബിഗ് സല്യൂട്ട്. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.